ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോഴുള്ള ചർച്ചാ വിഷയം രേണുവും അക്ബറും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. മനഃപൂർവ്വം ഈ പ്രശ്നം രേണു വലിച്ചു നീട്ടുകയെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിലുള്ള സംസാരം. അക്ബർ മാപ്പ് പറഞ്ഞിട്ടും രേണു അത് അംഗീകരിക്കാൻ തയ്യാറല്ല. താൻ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും അക്ബറിനോട് ക്ഷമിക്കില്ലെന്നുള്ള നിലപാടിലാണ് രേണു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ലാലേട്ടൻ ആവശ്യപ്പെട്ടതനുസരിച്ച് രേണുവും അക്ബറും തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചോ എന്ന് ബിഗ് ബോസ് കൺഫ്യൂഷൻ റൂമിൽ വെച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ താൻ പാട്ടൊക്കെ പാടി രേണുവിന്റെ പുറകെ പോയിരുന്നുവെങ്കിലും രേണു അത് ശ്രദ്ധിച്ചില്ലെന്നായിരുന്നു അക്ബറിന്റെ മറുപടി. എന്നാൽ തനിക്കൊരു തീരുമാനം എടുക്കാൻ 2 ദിവസം സമയം വേണമെന്ന് താൻ ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് രേണു പിന്നീട് പറഞ്ഞു. താൻ സമയം ചോദിച്ച അതേ സമയത്ത് തന്നെ അക്ബർ തന്നെ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് നോമിനേറ്റ് ചെയ്തതാണ് രേണുവിനെ ഇപ്പൊ പ്രകോപിപ്പിച്ചത്. ക്ഷമിക്കാൻ താൻ ആലോചിച്ചിരുന്ന സമയത്ത് പോലും അക്ബർ തനിക്കെതിരെ പ്രവർത്തിച്ചത് ഒരു തെറ്റായിട്ട് തന്നെ രേണു കരുതുന്നു. അതുകൊണ്ടാണ് അക്ബറിനോട് ഇനി ഒരിക്കലും ക്ഷമിക്കില്ലെന്ന് രേണു ഉറപ്പിച്ച് തന്നെ പറയുന്നത്. ബിഗ് ബോസ് നൽകിയ ഒരു ടാസ്ക് ആയിരുന്നു മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞത്. അതിൽ ആരെ നോമിനേറ്റ് ചെയ്യണമെന്നുള്ളത് കണ്ടസ്റ്റൻസിന് സ്വാതന്ത്ര്യമാണ്. അതിനെ വ്യക്തിപരമായി വിഷയമാക്കി എടുക്കുന്നത് ശരിയല്ലെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച മറ്റൊരു മത്സരാർത്ഥിയായ അനീഷ് തനിക്കതിൽ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിരുന്നു. അക്ബർ മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് രേണുവിനും ക്ഷമിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ലാലേട്ടൻ പറഞ്ഞതനുസരിച്ച് രേണുവിനെ സമാധാനിപ്പിക്കാൻ അക്ബർ പല ശ്രമങ്ങളും നടത്തിയിരുന്നു. ഒരു ക്ഷമാപണം എന്ന നിലയിൽ ഹാർട്ടിന്റെ ഷേപ്പിൽ ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി നൽകി രേണുവിന് പാട്ടുകളൊക്കെ പാടിക്കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും രേണു അക്ബറിനോട് ക്ഷമിക്കാൻ തയ്യാറായിട്ടില്ല. ഈ പ്രശ്നം ഇനിയും വലുതാക്കാനാണ് രേണുവിന്റെ ശ്രമമെങ്കിൽ അത് ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ സാധ്യതയില്ല. കാരണം അവിടെ ഈ ഒരു പ്രശ്നം മാത്രമല്ല, മറ്റു പല വിഷയങ്ങളും നടക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയും ഈ പ്രശ്നം മാത്രം ചർച്ച ചെയ്യാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തുപോയി തീർക്കാൻ ബിഗ് ബോസ് തന്നെ അവരോട് പറഞ്ഞേക്കാം. ഈ പ്രശ്നം ഇനിയും വലിച്ചു നീട്ടുന്നത് രേണുവിന് ഗുണം ചെയ്യില്ല. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.